കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിലെ മെരിറ്റ് 2024 ആഘോഷിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 87 കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നത്. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് തകടിയിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിനേറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെതുമായ ഒരു സുദിനമാണിത്. കാരണം ഈ സ്കൂൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ആ ലക്ഷ്യം പൂർണ്ണമായ സംതൃപ്തിയോടെ സാക്ഷാത്കൃതമായതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുക. 100% വിജയമായിട്ട് നമ്മുടെ ഹൈസ്കൂളും 98% വിജയമായിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ സ്കൂളുകളുടെ മുൻപന്തി നിൽക്കുന്നു. അതോടൊപ്പം 87 കുട്ടികൾ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2-ലുമായിട്ട് ഫുൾ A+ കരസ്ഥമാക്കി സ്റ്റാറുകളായിട്ട് നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. ഈ വലിയ വിജയം നേടിയ എല്ലാ കുട്ടികളെയും, പ്രത്യേകിച്ച് ഫുൾ A+ കിട്ടിയ കുട്ടികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മത്സര പരീക്ഷകളിൽ വിജയിച്ചതുകൊണ്ട് അമിത ആത്മവിശ്വാസമുള്ളവരാകരുതെന്നും കരിയർ എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കാൻ മാത്രമുള്ള വഴി മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതം ആസ്വദിക്കാനും കൂടിയുള്ളതായിരിക്കണമെന്നും ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. രക്ഷിതാക്കൾ നാളത്തെ താരങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ നാണിച്ചിരിക്കുന്ന കുട്ടികൾ നാളെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ നാണമൊക്കെ മാറും. അച്ഛൻ നേരത്തെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചിരിക്കുന്നതാണ് കുറേയേറെ പേര്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിയ സുഹൃത്തുക്കൾ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിവിടെ ആമുഖം തന്ന കുട്ടി, അവൻ്റെ പേരെന്താ പോയോ, ആൽബി പറഞ്ഞതുപോലെ ഞാൻ ഇതുപോലൊരു സാധാരണ സ്കൂളിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൊന്നാണ് നമ്മൾ പഠിച്ച വിദ്യാലയത്തിലേക്ക് ഒരു വിജയിയായി കടന്നു ചെല്ലുക എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല അത്. എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ എന്നാലും എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കലാലയത്തിലേക്ക് ഒരു വിജയിയായി മടങ്ങിയെത്താൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിങ്ങളെല്ലാവരും അഭിമാനിക്കണം. ആ അഭിമാനത്തോടൊപ്പം നിങ്ങളെ ആ വിജയികളാക്കി തീർത്ത നിങ്ങളുടെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടിയാകട്ടെ ഈ ഒരു വേദി എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും +2-നും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും എല്ലാ വിഷയത്തിനും A+ വാങ്ങി വന്ന കുട്ടികളാണ്. SSLCക്ക് 100% വിജയവും അതുപോലെ തന്നെ +2-ന് 98% വിജയവുമാണ് സ്കൂൾ കരസ്ഥമാക്കിയിരുന്നത്. അപ്പോൾ ഇതിലാരും മിടുക്കരല്ലാത്തവരില്ല. മിടുക്കരായിട്ടുള്ള ആൾക്കാർ, മറ്റേ ഈ കേക്കിൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന ചെറി പോലെയുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പക്ഷേ ഈ ചെറിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഭയങ്കര വൾണറബിളാണ് അല്ലേ? കേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ചെറിയായിരിക്കും. അതുപോലെ തന്നെ ആദ്യം കൈയിട്ട് വരുന്നതും ചെറിയായിരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ കേക്ക് മുറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അല്ലേ? ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആദ്യം പോയി ചാടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇനി വൾണറബിളാണ്. ഞാൻ സാധാരണ മെറിറ്റ് ഡേയിലെല്ലാം പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? നിങ്ങളിനി വൾണറബിളായിട്ടുള്ള കുട്ടികളാണ്. ഇനി നിങ്ങളിൽ നിന്ന് ഈ വിജയം ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ആൾക്കാരിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് 10ാം ക്ലാസ്സിൽ അവസാനിക്കില്ല, +2-ൽ അവസാനിക്കില്ല, കോളേജിൽ അവസാനിക്കില്ല, ജോലിയിൽ അവസാനിക്കില്ല, ജീവിതത്തിൽ അവസാനിക്കില്ല. ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊരല്പം പിന്നോക്കം പോയി കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു തുടങ്ങും, നീ അന്ന് വിജയിച്ചതല്ല, ഇപ്പം നിനക്ക് എന്ത് പറ്റി, നീ വഴി തെറ്റിയോ അല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. നീ മോശമായോ എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ നിങ്ങളുടെ മുകളിൽ കിടക്കുന്ന വാള് പോലെ ഇനി ജീവിതകാലം മുഴുവൻ കിടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് നിങ്ങളെ പറ്റിയുള്ളൊരു പ്രതീക്ഷ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്.
അത് നിങ്ങൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ്. അപ്പോൾ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി, പ്രിൻസിപ്പൽ ജിജി ജോർജ്, ഹെഡ് മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, പി ടി എ പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.